ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചങ്കുവെട്ടിയിലേക്ക് പോവുകയാണ്. ചങ്കുവെട്ടി, കോട്ടക്കൽ ചങ്കുവെട്ടിയിലാണ് ഇന്നത്തെ വർക്ക്. ഇന്ന് ഇൻ്റർസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മേക്കപ്പിന് വേണ്ടി പോവുകയാണ് നമ്മൾ. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് നമ്മളെ ഗുരുനാഥനായിട്ടുള്ള അനിൽ മാഷിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള മേക്കപ്പാണെന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഓക്കെ. ഹലോ ഗൈസ്, നമ്മളിതാ മേക്കപ്പിന് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഇപ്പോൾ സാധനങ്ങളൊക്കെ പാക്കിങ്ങിലാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ട, ആകെ 3 പേർക്ക് മേക്കപ്പ് ചെയ്യാനുള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങളായിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് പെട്ടിയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രം കരുതിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വെറുതെ വെയിറ്റും കൊണ്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ മുകളിലൊക്കെ കയറ്റി കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ കോളേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കോട്ടക്കൽ ഫാറൂഖ് ആർട്സ് കോളേജിലാണ് പ്രോഗ്രാം നടക്കുന്നത്. കലോത്സവം നടക്കുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എന്താ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. സ്റ്റേജിൽ കുട്ടികൾ ആർപ്പുവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്താൻ, പക്ഷേ ഇനിയിപ്പോൾ വലിയൊരു ടാസ്ക് ഉണ്ട്. നമ്മൾ ഗ്രീൻ റൂം കണ്ടെത്തണം. അപ്പം ഗ്രീൻ റൂം കണ്ടെത്താൻ നമ്മൾ ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആൾ കണ്ടെത്തിയാൽ ഉടനെ വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൾ വിളിച്ചു എന്നാണ് തോന്നുന്നത്. ആൾ വിളിച്ചു, ഓക്കെ, ആൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 3rd ഫ്ലോറിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കയറി പോയില്ലെങ്കിൽ ഈ പെട്ടിയൊക്കെ വലിച്ചു തൂക്കി പോകണം. എന്തായാലും നമ്മളിതാ ഏകദേശം മേക്കപ്പ് റൂമിലെത്തി. ഓക്കെ, 4 മണിക്ക് മേക്കപ്പ് ചെയ്യാൻ റെഡിയായിരുന്നു. 4 മണി നല്ല സുന്ദരിയായിട്ട് അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ മേക്കപ്പ് ചെയ്ത് വളരെ സുന്ദരിയായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു 4 മണീനെ കാണാൻ. അതുപോലെ നേപ്പിക്കും മേക്കപ്പ് ചെയ്തു. നേപ്പിയും അതുപോലെ മേക്കപ്പ് ചെയ്തപ്പോൾ പോയതാണ് ആൾ. പിന്നെ ആളെ കണ്ടിട്ടില്ല. ഫ്രണ്ട്സായിട്ട് സംസാരിക്കുകയാണ്. അതുപോലെ സിദ്ധപ്പൻ്റെ മേക്കപ്പും കഴിഞ്ഞു. ആളും ഫുൾ ബിസിയാണ്. പക്ഷേ ഈ മത്സരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഈ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയത് നമ്മളെ സിദ്ധപ്പനും, 3ാം സ്ഥാനം കാലുമണിയും നേപ്പിക്കും 3ാം സ്ഥാനമാണ് നേടിയത്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 3 പേരും വിന്നേഴ്സായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.